ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുതാ ജയ. എല്ലാവർക്കും നമസ്കാരം. വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് 11-ാമത്തെ അധ്യായം. വൻകദേശാധിപതിയാകിയ കുശകേതു മംഗലശീലൻ ധർമ്മ തൽപരൻ വിഷ്ണുഭക്തൻ അവനി പരിപാലിച്ച സംഖ്യകീർത്തിയ വാഴും അവനു ഹേമകാന്തൻ എന്നൊരു പുത്രനുണ്ടായി. വിദ്യകളെല്ലാം ഗ്രഹിച്ചത്രയും സമർത്ഥനായി വിദ്രുതം നായാട്ടിനു നടന്നു സേനയോടും. കൃഷ്ടിശാർദൂല സിംഹ കരടിയാദി സർവദുഷ്ടജന്തുക്കൾ തന്നെ വധിച്ചു നടക്കുമ്പോൾ ഉണ്ടായ വൈദാഹത്തെ കൊണ്ടവൻ വരും നേരം കണ്ടിതു മഹാമുനിമാരുടെ പർണശാല. പൂണ്ടാശ്രമത്തിൽ കുക്കിതു നൃപബാലൻ ഉണ്ടതയോടും തത്ര നിന്നിട്ടും ഉണർന്നീല. ഉൾക്കാമ്പിൽ ഉദിച്ചോരു കോപത്തോടുര ചെയ്താൻ ധിക്കാരമിത്ര കണ്ടിൽ ആരെയും കഷ്ടം കഷ്ടം. മുഖ്യനാമഹം പുനരിപ്രദേശത്തു വന്നാൽ സൽക്കരിച്ചിടാത്തൊരു താപസന്മാരെ ഇപ്പോൾ വൈകാതെ വധിക്കെന്നോ മുതിർന്നു കുമാരനും. കോപമോടപ്പോൾ മുനി ശിഷ്യന്മാരേവം ചൊന്നാർ, കോപിക്ക വേണ്ട വൃത ഉപദേശമാദിയാൾ താപസജനം അറിഞ്ഞില്ല നീ വന്നതടോ. എങ്കിലോ നിങ്ങൾ സൽക്കാരാദികൾ ചെയ്തിടുന്നാൾ കിങ്കരോമ്യഹോ ഞങ്ങൾ പാരതന്ത്രന്മാരല്ലോ. എങ്കിലോ കൂട്ടത്തോടെ സംഹരിച്ചിടുവൻ ഞാൻ, ശങ്കയില്ലേതും മമ കാണേണം തപോബലം. ഇത്തരം ഉര ചെയ്തു ശസ്ത്രങ്ങൾ തൂകിടിനാൻ ബദ്ധസന്താപം പൂണ്ടങ്ങോടിനാർ താപസന്മാർ. 300 ജനങ്ങളെ കൊന്നിതു മഹാപാപി മന്നവ കിങ്കരന്മാർ ശാലകൾ തോറും പുക്കു. കണ്ടുള്ള പദാർത്ഥങ്ങളൊക്കെയും കവർന്നപ്പോൾ മിണ്ടാതെ നിന്നുകൊണ്ടാൻ നന്ദനം ഭൂപാലജൻ. ആശ്രമം തന്നിലുള്ളതെല്ലാമേ ഗ്രഹിച്ചവർ വിശ്രുതനായ ബാലൻ തന്നോടും കൂടിപ്പോയി തൽപുരം പൊക്കോ സുഖിച്ചിരിക്കും ദശാന്തരെ. ദുഷാകൃതിയായ സുതൻ ചെയ്ത വൃത്താന്തം കേട്ടു പൂജനല്ലി പുത്രൻ രാജനെന്നോർത്തു ശീഘ്രം രാജ്യം നിന്നാട്ടിക്കളഞ്ഞിടിനാൻ സൂക്ഷ്മധർമ്മൻ. താതനും പുരവാസി ജനവും വെടിഞ്ഞപ്പോൾ കാതരചിത്തത്തോടും കാടകം പൊക്ക നേരം പിന്നാലെ ബ്രഹ്മഹത്യാദോഷമൂർത്തികൾ ചെന്നു മന്നവബാലൻ തന്നെ പീഡിപ്പിച്ചിടും സദാ. ഭീതി കൂടാതെ ഒരു ദിക്കിലും നിന്നുകൂടാ ഞാതിയോടോരോ ദിശി വണുപൊളിച്ചിടും. ബോധഹീനനാമവൻ വൃത്തിക്കു മുട്ടിയപ്പോൾ വ്യാതന്മാരോടും ചേർന്നു വസിച്ചാൻ ചിരകാലം. ഇങ്ങനെ 88 വത്സരം എന്ന കാലം അങ്ങൊരു ദിശി നിന്നു വൃദ്ധനാം വിപ്രശ്രേഷ്ഠൻ. അത്രിതാനെന്നല്ലോ നാമം അവനും തീർത്ഥങ്ങളെ തേടിക്കൊണ്ടാടിയിടുവാൻ നടക്കും ദശാന്തരെ. മാധവമാസം തന്നിൽ മധ്യാഹ്നേ മഹാവനെ ആദവക്ലാന്തൻ നിഴലില്ലാതെ ദിക്കിൽപ്പെട്ടു. ദാഹവും ദിനം ഉഷ്ണമെന്നിവ സഹിയാഞ്ഞു മോഹിച്ചു മോപതിച്ചിടിനാൻ എത്ര കഷ്ടം. ആഹേതി നരരോദനം കേട്ടപ്പോൾ ഹേമകാന്തൻ സാഹസത്തോടു ചെന്നു കണ്ടിതു വൃത്തമെല്ലാം ബ്രഹ്മപത്രങ്ങൾ കൊണ്ടു കുടയായി കുത്തിച്ചേർത്തു വിപ്രൻ തന്നിഴലുകൾ ഉണ്ടാക്കി നൃപോത്തമൻ. തന്നെ തോളിലുള്ള ചുരങ്കപത്രതോയം ധന്യനാം ഭൂദേവന്റെ മൂർധനി വീർത്തേടിനാൻ. തന്നിഴൽ തന്നിൽ 2 നാഴിക കിടന്നപ്പോൾ വന്ന ശോകങ്ങളൊട്ടു ചുരുങ്ങി വിപ്രനപ്പോൾ. മന്ദമായി എഴുന്നേറ്റു നടന്നു വിപ്രേന്ദ്രനും പിന്നെ ഭൂപതി. തസ്മൈ ബ്രഹ്മപത്രാതപത്രം ഭൂമിപാലകൻ ചിത്തമഴിഞ്ഞു നൽകിയിടിനാൻ. ഭൂമിദേവനും ദീനം തീർന്നാശു ഗ്രഹം പൊക്കാൻ. ഛത്രദാനത്തിൻ ഫലത്തെ കൊണ്ടു നൃപനുടെ ഹത്യാദോഷങ്ങൾ 3 ശതവും ദൂരെ പോയാർ.
മഹിമയേറും നൃപൻ ഉടനെ യമഭടർ ഗ്രഹണിയാകും വ്യാധി തന്നാലെ പീഡിപ്പിച്ചും ചണ്ടുവേദനയോടു കൊണ്ടുപോവതിനായി ദണ്ഡിതൻ ഭടന്മാരും മുതിർന്നു നന്നീടിനാർ. ഘോരവേഷത്തെ പൂണ്ട സൗമ്യദൂതരെ കണ്ടു ബിരുദ കലർന്നേറ്റം മയങ്ങി കിടക്കുമ്പോൾ ഛത്രദാനത്തിൻ പുണ്യം കൊണ്ടപ്പോൾ നാരായണം ചിത്തപത്മത്തിൽ സ്മരിച്ചിടുവാൻ യോഗം വന്നു. ദുർവഹ ഭീതിയോടും ധ്യാനിച്ചോരനന്തരം സർവജ്ഞമൂർത്തി ചിരിച്ചുടനെ അരുൾ ചെയ്തു. വൈശാഖേ, മഹാമുനിക്കാതപപത്രം നൽകി ക്ലേശത്തെ തീർത്ത നൃപൻ മൽഭക്തവരൻ തന്നെ കാലഭൃത്യന്മാർ കൊണ്ടുപോവതിനാരംഭിച്ചു. കാലം വൈകാതെ വിരോധിച്ചു നീ വിശ്വക്സേന. തൽപിതാ തൻ്റെ പക്കൽ കൊണ്ടുചെന്നാക്കിയിടേണം വായ്പേറും ബ്രഹ്മഹത്യ ദോഷങ്ങൾ തീർന്നുവെന്നും ഞാൻ തന്നെ ചൊന്നേനെന്നു ബോധിപ്പിച്ചാശു. ഹേമകാന്തനെ വാഴിച്ചുടൻ ഉടനെ പോന്നാലും നീ എന്നരുൾ ചെയ്തവാറെ ചെന്നിതു. ഹേമകാന്തൻ തന്നെ പാർശ്വേ നിൽക്കും കിങ്കരന്മാരെ നീക്കി ഭഗവാൻ അരുൾ ചെയ്ത പോലെയും ആചരിച്ചു. ഭഗവൽ ഭക്തകുശ ഹേതുവോടെല്ലാം ചൊല്ലി നന്ദനൻ അഭിഷേകം ചെയ്തുടൻ കുശകേതു ചെന്നു കാനനെ വാണു. മോക്ഷവും സിദ്ധിച്ചിതു. ഈ വണ്ണം തന്നെ മോക്ഷം സാധിച്ചു ഹേമകാന്തൻ കേവലം കാലമേറ്റം ചെന്നിട്ടെന്നതേയുള്ളൂ. വൈശാഖകർമ്മത്തിനു തുല്യതയില്ല ചൊൽവാൻ, ക്ലേശമില്ല അനുഷ്ഠിപ്പാൻ അധികം ഫലം സിദ്ധം. പാപമാം ഇന്ധനങ്ങൾക്കഗ്നി വൈശാഖകർമ്മം, താപസഞ്ചയങ്ങൾക്കും ഇങ്ങനെ തന്നെ സഖേ. ധർമാർത്ഥകാമമോക്ഷം എല്ലാമേ സാധിച്ചിടും. നിർമ്മലമതേ ചൊന്നേൻ അധ്യായം 11. ഇതി വൈശാഖമാഹാത്മ്യേ ഏകാദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.